നമ്മുടെ ബൈബിൾ സ്റ്റഡി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുപാടിയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചവർക്കായിട്ട് സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലാണ്. We are in chapter 11. Almost coming to the close of that chapter. എനിക്ക് തോന്നുന്നു നമ്മൾ രാഹാബിന്റെ verse 31, വിശ്വാസത്തിൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് നശിക്കാതിരുന്നു. I think that was the last thing that we said. നമ്മൾ എന്നാൽ അവിടെ ശ്രദ്ധിക്കാമെങ്കിൽ, when you study the faith of Moses, you will actually see, I think it's about Moses, so many things have said. മോശയെ കുറിച്ച് ഇവിടെ മോശയുടെ വിശ്വാസം അല്ലെങ്കിൽ associated with Moses, there are 4 or 5 things that are mentioned here. Just ഒന്ന് പറഞ്ഞു മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The first thing that you would see, Moses and the parents, Amramum, Jochebedum, we see Moses was preserved by and matured by faith. So Vishwasathala Moshe Suchikapattu nammal കാണുന്നുണ്ട്. It's because of the faith of Moses' parents. The മോശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ കാര്യം നമ്മളവിടെ കാണുന്നത്. Then you would see by faith Moses identified with the oppressed people. So he's turned his back on Egypt and took on the stigma of Israel. അതായത് മിസ്രൈമിലെ അല്ലെങ്കിൽ ഈജിപ്തിന് പുറം കാണിച്ചിട്ട് ഇവിടെ നമ്മൾ കാണുന്നു ഈ ദൈവമക്കൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ എബ്രായരുടെ നിന്ന താൻ ചുമക്കിയ. So by faith he was preserved, and you would see by faith he identified. ഇനി മൂന്നാമത് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്താൽ മോശ സെപ്പറേറ്റ് ചെയ്യപ്പെടുക, വേർപാട് നമ്മളവിടെ കാണുന്നുണ്ട്. He is separated from Egypt for 40 years, so God can prepare him to become a deliverer. തനിക്ക് വാസ്തവത്തിൽ verse 27, by faith he left Egypt. അപ്പം ഇസ്രായേൽ ആയിരുന്നപ്പോൾ തന്നെ, when he was in Egypt, he identified with the people. But then comes a point where he is leaving Egypt. ഇവിടെ നമ്മൾ കാണുന്നതാണ് വിശ്വാസത്തോടുകൂടി എന്ത് ചെയ്യാണ്, ഈജിപ്തിൽ നിന്ന് ഇവിടുന്ന് വിട്ടുപോവുകയാണ്. ഓക്കെ, അടുത്ത വിശ്വാസത്തിന്റെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നു. He also obtained salvation for the people of Israel by instituting Passover. സോടെ വായിക്കുന്നു, സംഹാരകൻ അവരെ തൊടാതിരിക്കുവാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. സോ ബൈ ഫെയ്ത്ത്, അതും വിശ്വാസത്തിലാണ് നടക്കുന്നത്. ബൈ ഫെയ്ത്ത് he kept Passover and sprinkling of the blood so that he who destroyed the firstborn would not touch them. So വിശ്വാസത്താൽ മോശ അത് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? People of Israel are spared from the hands of the destroyer. And you would see another 5th thing that is mentioned about Moses. അവിടെ പറയുന്നത് വിശ്വാസത്താൽ, verse 29, വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. Okay, so then he really speaks about by faith, it affected the deliverance of Israel through Red Sea. So മോശയുടെ വിശ്വാസത്തോടുകൂടി നമ്മൾ കാണുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നു, ഡെലിവറൻസ് ഉണ്ടാകുന്നു, ഈ ചെങ്കടലിൽ കൂടെ കടന്നുപോയി. ബട്ട് when Egyptians tried it, they all got destroyed. So അപ്പം മോശയെ പറ്റി നമുക്ക് ആക്ച്വലി മോശയുടെ വിശ്വാസത്തെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഏർലി ക്രിസ്ത്യൻസ്, ഈ ജൂയിഷ് ക്രിസ്ത്യൻസ്, then you would also ഒരു 31 നമ്മൾ പിന്നെ കണ്ടു, വിശ്വാസ രാഹാബ് അതിന് മുമ്പ് 30, വിശ്വാസത്തിൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിലിടിഞ്ഞു. That is really talking about the people of Israel, ഇസ്രായേൽ മക്കളുടെ വിശ്വാസം. ഇനി ആ എരിഹോവിലെ മതിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് രാഹാബ് എന്ന വേശ്യ, this prostitute by the name Rahab, and how because of her faith, okay, വിശ്വാസത്തിൽ രാഹാബ് ഒറ്റുകാരെ സമാധാനത്തോടെ she received them because she believed this is the God who is up in heaven, he is also God on earth എന്ന് വിശ്വസിച്ചതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ അവളും രക്ഷപ്പെടുന്നുണ്ട്.
ഇനിയും നമ്മൾ ഈ 32 തൊട്ട് താഴോട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ that's almost the climax of that chapter, which is called the Hall of Faith. So വിശ്വാസവീരന്മാരുടെ പട്ടിക ഇവിടെ ഒരു അവസാന ഭാഗത്തേക്ക് വരും. സോ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വാസ്തവത്തിലൂടെ കാണുന്നുണ്ട്. Now, as we talk about this today, I want us to think about the early Christians or early Hebrew Christians. This, the author is, or the preacher is preaching to or writing to believers, early believers who are from the Jewish background. അപ്പൊ അവിടുന്ന് ഒരുമാതിരി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാ, അപ്പൊ അവരുടെ മനസ്സിൽ കൂടെയുള്ള ചിന്ത, this is something like an exodus event. ശ്രദ്ധിച്ചോണം, ഒരു പുറപ്പാടിന്റെ ബുദ്ധിമുട്ട് പോലെയുള്ള ഒരു സമയത്ത് ഇവരായിരിക്കുക. ഓക്കെ, നമ്മൾ കണ്ടു ഈ 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പിന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാവുന്നു. Faith is the assurance of things hoped for, the conviction of things not seen. So this is a group of people who are really believing God's word, or the author is telling them to believe God's word, believe about your promises that you have, believe about the future reward that you have, see the unseen, believe what is not yet here. ഇവിടെ ഇതുവരെ വന്നിട്ടില്ലാത്ത something in the future, see it now in the present, something unseen, see it right now. അപ്പം ഇതൊക്കെ പറഞ്ഞ് ഇവരെ ഒന്ന് ബലപ്പെടുത്തുകയാണ്. കാര്യം ഇസ്രായേൽ മക്കൾക്ക് നടന്ന പോലെ ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സോഡസിന്റെ അനുഭവം ആണ് ഇവർക്ക് അനുഭവപ്പെടുന്നത്. ഇനി how is this applicable to us today? നമ്മളിത് എബ്രായരുടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഇതിനെ അങ്ങ് വിട്ടുകളഞ്ഞാൽ, the question is how is it applicable to us today? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ബാധിക്കും എന്ന കാര്യം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ഈ കൾച്ചർ, നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ സംസ്കാരം, ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്രീസിംഗ്ലി ബിക്കമിങ് ഫിലിസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇനി കുറച്ച് കഴിയുന്ന സമയത്ത് ഇതൊരു തരം ഒരു ഫിലിസ്തീയ മേധാവിത്വം പോലത്തെ ഒരു അനുഭവം, ഫിലിസ്തീൻ വന്ന് ഞെരുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സഭ നീങ്ങുന്നതായിട്ട് നമ്മൾ വിശ്വാസത്തിൽ കാണും. ഓക്കെ, അതായത് ഈ നമ്മുടെ പ്യൂർ വിശ്വാസം, ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പം ഇപ്പോൾ തന്നെ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഏതാണ്ടൊരു വെല്ലായ്മ പോലെയാണ്. നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ന്യൂസുകളൊക്കെ, ഞാൻ അധികം ന്യൂസ് അങ്ങനെ അധികം വായിച്ചു ചേർന്നില്ല, ബട്ട് വെരി ഫ്യൂ, ബട്ട് സംതിങ് ദാറ്റ് ഇതിനകത്ത് പോപ്പപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നലെയായിട്ട് ചിന്തിച്ചൊരു കാര്യമാണ്. ചില ആളുകളുടെ കൺസർവേറ്റീവ് വ്യൂസ് കാരണം അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ മെമ്പേഴ്സ് ആയിരിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന്, ദിസ് ഇസ് കോളേജ് സ്റ്റുഡൻസ്, അവർ മെമ്പേഴ്സ് ആയിരിക്കുന്ന ആ സൊസൈറ്റികളിൽ നിന്ന് അവരെ പുറത്താക്കുക. ബിക്കോസ് യു ആർ ടു കൺസർവേറ്റീവ്. കൺസർവേറ്റീവ്സ് ഹാവ് നോ പ്ലേസ്. അപ്പൊ ശരിക്കും വേദപുസ്തകം ചൊവ്വനെ ഹോൾഡ് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇനി ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. It's going to be very difficult. I believe that people will draw their strength from the example of Moses and some of these great heroes of faith. So ഈ വിശ്വാസവീരന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് മോശയിൽ നിന്നും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ശക്തി സംഭരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് മോശയെ സംബന്ധിച്ച് നമ്മൾ കണ്ടു, അദ്ദേഹം ഇതിനകത്തൊക്കെ രക്ഷപ്പെട്ടതിന് പുറത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, he believed God's promises, he believed in rewards. ഒരു പ്രതിഫലം താൻ നോക്കിക്കൊണ്ടേയിരുന്നു. He was looking for a reward, okay? And he lived a normal Christian life. Means he saw the unseen. അദൃശ്യനായ ദൈവത്തെ താൻ കണ്ടു. അതൊക്കെയാണ് നമ്മൾ കീ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത്. It's seeing the God who is unseen.
ഓക്കെ. അതായത് ഈ ഈ ഈ ഇവരെല്ലാം നമ്മളൊരു 10-16 ആളുകളുടെ ചരിത്രം ഈ സമയം കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. അവരെ they were enabled to live such lives that they deserve to receive a testimony. കർത്താവിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യുന്ന സാക്ഷ്യം ലഭിച്ചു എന്ന് നമ്മൾ അവരെ കുറിച്ച് വായിക്കുന്നത്. നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ കണ്ടു. in verse 4 you see that they received a title called they were righteous. Okay, അപ്പം എന്ത് ചെയ്തു? നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. It is again talking about Abel. അവിടെ ആബേലിന് കിട്ടിയ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് he received a testimony from God saying he is righteous. നീതിമാൻ എന്നൊരു കാര്യം കിട്ടി. ഓക്കെ, 5-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ദൈവം എടുത്തുകൊണ്ടെന്ന് കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം ലഭിച്ചു. For he obtained the witness that before his being taken up that he was pleasing to God. അപ്പൊ അടുത്ത വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും എന്ത് ചെയ്തു? They were pleasing to God. They pleased God. ദൈവത്തെ അവരെന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. അപ്പൊ ഈ കഷ്ടങ്ങളൊക്കെ മനുഷ്യൻ സഹിക്കേണ്ടി വന്നാലും ഈ ടെസ്റ്റിമണി ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, ഇനിയും 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. in verse 16 we read that ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവം അവർക്ക് ഒരു നഗരം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, it says therefore God is not ashamed to be called their God, for he has prepared a city. So they also received, I am not ashamed of you, I'm proud of you. അപ്പൊ അവർക്കെല്ലാം കിട്ടിയ മറ്റൊരു കാര്യം, God was not ashamed of them. അവരെ കുറിച്ച് ദൈവം ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല? ലജ്ജിച്ചില്ല. All of them, ഇവരെല്ലാ ആളുകളും they all experience triumph over difficulty. So പ്രതിസന്ധികളുടെ നടുവിൽ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ജയം ജീവിതത്തിൽ ഉണ്ടായി. ഈ ആളുകൾക്കെല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്ന വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. I'm just saying this. I was very saddened today. Maybe നിങ്ങൾ പല ആളുകൾ അത് വാച്ച് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പോപ്പ് അദ്ദേഹത്തെ പറ്റി ഒരു വാർത്ത ഇന്ന് വന്നത് വളരെ, എനിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, ഈവൻ കാത്തലിക്സ്, നല്ല വെൽ മീനിങ് കാത്തലിക്സിന് പോലും വളരെ സങ്കടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ പറ്റി he embraced the gay marriage. അദ്ദേഹത്തിന് ഈസ് ഓക്കെ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞാൽ സ്വർഗ വിവാഹം അദ്ദേഹത്തിന് ഓക്കെ ആണ് എന്ന് ഉള്ള തൻ്റെ ഒരു കമന്റ് അദ്ദേഹം ഒരിക്കൽ പോലും he said some things before he was a pontiff, അല്ലെങ്കിൽ ഒരു പോപ്പാകുന്നതിന് മുൻപ് അങ്ങനെ 1-2 വാചകങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊടാതെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും പോപ്പായ ശേഷം ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ താൻ വന്ന ശേഷം നടത്തിയ ഒരു വലിയ പ്രസ്താവനയാണ്. It was a big shock to Christian community as a whole. കാര്യം totally against God's word. അവരുടെ ഇടയിൽ തന്നെ there are conservative bishops and cardinals. അവര് ഒക്കെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. They said this is unacceptable if that is true, then because that is against God's word. So ഇത് എങ്ങനെ ഇത് മുൻപോട്ട് ഇനി ഭാവി പോകുന്ന എനിക്കറിയത്തില്ല. But I'm just saying that ഒരു ഭയങ്കര ഹോസ്റ്റൈൽ സൊസൈറ്റിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പം നമ്മുടെ പെർസിക്യൂഷൻ എന്ന് പറയുന്നത് ഇനിയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവരെയൊക്കെ വലിച്ചു കീറിയെന്നും 2 വാളുകൊണ്ട് വെട്ടിയെന്നും കഴുത്ത് വെട്ടിയെന്നും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ read that they were persecuted, this is all different things. They were thrown before the lion. We may not be thrown before the lion, we may not be shot death, that probably can happen, but the kind of things that they went through may not happen to us, but persecution will happen because of our faith. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. This is Isaiah 5 verse 20. മലയാളത്തിൽ ഇങ്ങനെയാണ്: തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും
വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. Very, very true for our times. We live in a time, just think about it, okay? Wickedness, ഞാൻ ആ വാക്യം, let me see if I can pick that in English here. Isaiah chapter 5 verse 20. Okay. Woe to those who call evil good. John, അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തോ, whatever is evil, it's called good. Okay? And good is evil. അപ്പൊ നല്ലതെന്ന് പറയുന്നത് എന്തോ, evil. Who substitute darkness for light. അവർക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണത്. Then light for darkness. ഇനിയും വെളിച്ചമുള്ള വിഷയമാണെങ്കിൽ അത് ഡാർക്ക് എന്ന് പറയും. Who substitute bitter for sweet and sweet for bitter. So മധുരം കയ്പും കയ്പിന് മധുരവും. That is exactly what is happening in our culture today. ഞാൻ പറഞ്ഞ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടത് എനിക്ക് വളരെ പ്രയാസം തോന്നി. Because where are we really moving as a culture? ഈ പത്രങ്ങളിലെയൊക്കെ വാർത്തകൾ പണ്ടൊക്കെ എനിക്ക് ഐ ഹാവ് ഈ വേദപുസ്തകത്തിന് വിരോധമായിട്ടുള്ള പ്രൊപ്പഗാൻഡയും അതിനുള്ള ഫിലോസഫിയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ സിസ്റ്റം ഒക്കെ എനിക്ക് അതിനോട് ഭയങ്കര പ്രയാസം. ഐ ഹാവ് പേഴ്സണൽ, ബിക്കോസ് ഐ ബിലീവ് ഇൻ എ സ്ക്രിപ്ചർ. വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ ന്യൂയോർക്കിൽ ഞാനിങ്ങനെ വായിച്ചതാണ്. ഞാൻ ഐ ഹാവ് നോട്ട് സീൻ ഇറ്റ് myself, but New York City schools അവരുടെ ടീച്ചേഴ്സ് റിസോഴ്സ് പാക്കറ്റിൽ ടീച്ചേഴ്സ് റിസോഴ്സ് ബുക്സ് ഫോർ ദ ഫസ്റ്റ് ഗ്രേഡേഴ്സ്, ശ്രദ്ധിച്ചോണം, ഫസ്റ്റ് ഗ്രേഡേഴ്സ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ സി ജെയിൻ ഗോ ടു സ്കൂൾ ഓർ സി ജെയിൻ റീഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെയാണ്. അതിനകത്ത് അവിടുന്ന് തന്നെയാണ് ഈ ഹോമോസെക്ഷൽസിനെ പറ്റിയുള്ള കാര്യം. പിള്ളേരെ ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. മാരേജസ് ആൻഡ് ഫാമിലീസ് എന്ന ഇതിനകത്താണ് അതിനകത്ത് ശ്രദ്ധിച്ചോണം, മീറ്റ് ജോൺസ് പേരൻസ് ഡേവ് ആൻഡ് ലാൻസ്. നമ്മൾ ശ്രദ്ധിച്ചോണം, മീറ്റ് ജോൺസ് പേരൻസ് ഡേവ് ആൻഡ് ലാൻസ്. ദേവിനെയും ലാൻസിനെയും ആരാ? ജോണിന്റെ പേരൻസാ. അപ്പൊ കൊച്ചു കുരുന്ന് മനസ്സിൽ ഇതിടുക. ഓക്കെ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവർക്ക് നമുക്ക് ഈ ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. അതിപ്പം ഓൾമോസ്റ്റ് റിട്ടയർമെന്റിലൊക്കെ ആളുകളാണ്. ഇപ്പം ഈ പത്രങ്ങളിലെ ചിക്കാഗോ ട്രിബ്യൂണിലൊക്കെ വന്ന വാർത്തകളൊക്കെ കുറച്ച് ആൾക്ക് മുമ്പ് വാർത്തകളാണ്. ദേ കോൾ ദ ഗേ ബേബി ബൂംസ്. ഇപ്പം അവരുടെ എല്ലാവരുടെയും ഈ ഗേ കപ്പിൾസിന്റെ ഇടയിൽ ഇപ്പൊ പിള്ളേരെ വളർത്തുന്ന ഒരു ഭയങ്കര ഇതായിട്ട് മാറിയിരിക്കാം. അപ്പൊ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഇതാ പറഞ്ഞത്, വട്ട് എവർ ഇസ് ഡാർക്ക്നെസ് പീപ്പിൾ കോൾ ഇറ്റ് ലൈറ്റ്. ശ്രദ്ധിച്ചാണ്, തിന്മയെ നന്മയെന്ന് വിളിക്കുക. ഭയങ്കര അപ്ലോസ് ആണ്, ഭയങ്കര ഗ്രൂപ്പാണ്. നമുക്കറിയാം ഇപ്പൊ അമേരിക്കയിലെ ഒരു 50% കൂടുതൽ ആളുകൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. I'm so sorry that there are even some Pentecostal believers പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ ഭയങ്കരമായിട്ട് അങ്ങ് പോവുക കൂടെ. ഐ എം സോ സോറി. അപ്പൊ അവരുടെ ഫെയ്ത്തും കൺവിക്ഷൻസും ഒക്കെ എവിടാണെന്ന് പോലും എനിക്കറിയില്ല. ഇറ്റ് ഈസ് സോ സാഡ്. എനിക്ക് ചിലപ്പം ഓരോരുത്തർക്ക് ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഐ എം ടയർഡ് ഓഫ് സീയിങ് ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. ഓക്കെ, where are we going as a community? നമ്മൾ വേദോസം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ what's the point? Okay, so I'm just saying that these things should really change our outlook. നമ്മുടെ വേൾഡ് വ്യൂ biblical വേൾഡ് വ്യൂ ആയിരിക്കണം. അല്ലാതെ അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നമ്മുടെ വേൾഡ് വ്യൂവിനെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ ഓർത്തോണം. Okay, so the proponents of this kind of cultural agenda or ideology, ഈ വകയുള്ള ചിന്താഗതികള് ആശയങ്ങള് പരത്തുന്ന ആളുകള്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജുഡിയോ ക്രിസ്ത്യൻ മൊറാലിറ്റി ഈസ് റിയാക്ഷണറി. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അതിനെ അംഗീകരിക്കാൻ ആളുകൾ കഴിയുന്നില്ല.
ഇപ്പൊ നിങ്ങൾ ഞാൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ കളിയാക്കും. പീപ്പിൾ ഡോണ്ട്. കാര്യം ഇന്ന് അതിലേക്ക് വഴി വരിക. കോളേജ് ക്യാമ്പസസിൽ പിള്ളേർ പറയാം ഐ എം എ ട്രൂ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ പരിപാടി കഴിഞ്ഞു. അവനൊരു പൊസിഷൻ കോളേജിൽ പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ പ്രൊഫസർ അവനെ സൈഡ് ലൈൻ ചെയ്യും. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ്. അതുകൊണ്ട് പിള്ളേർ എന്ത് ചെയ്യും? ആരൊന്നും മിണ്ടത്തില്ല ജോലി സ്ഥലത്ത് ആളുകൾക്ക്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞേച്ച് നമുക്കറിയാം, ഞാനിപ്പോ കണ്ടു, ഐവ് സീൻ ഇൻ മെനി പ്ലേസസ് ഹോസ്പിറ്റലിൽ പോയ സമയം, ഞാൻ ഹോസ്പിറ്റലിൽ 2 വർഷം കിടന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ആളുകൾ ഇവരുടെ എംബ്ലം റെയിൻബോ വെച്ചിരിക്കാം, പ്രൈഡ് വെച്ചിരിക്കാം. ഒർലാൻഡോയുടെ പേരൊക്കെ ആയിരിക്കാം, സ്ട്രോങ് ഒർലാൻഡോ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജസ് ഒക്കെ ആയിരിക്കാം. ബട്ട് യു സീ ദാറ്റ് അതൊക്കെ വെച്ചേച്ച് ഇപ്പൊ നമ്മൾ ഈ ഗൂഗിളിന്റെ എംബ്ലം വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു, അതിനകത്തുള്ള റെയിൻബോ കളേഴ്സ് വെച്ചിരിക്കുക, അതിനകത്ത് ലെറ്ററിനകത്ത് അവരുടെ ആ വലിയ ഇത് വെച്ചിരിക്കുന്നതിനകത്ത്. ഇനി കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ആശുപത്രിയിലെ നിങ്ങളുടെ CEO നിങ്ങളോട് പറയുകയാണ്, യു ഹാവ് ടു വെയർ ഇറ്റ് ഇഫ് യു വാണ്ട് ടു വർക്ക് ഹിയർ, യു ഹാവ് ടു വെയർ ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേര് ജോലിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദിസ് ഈസ് വാട്ട് പെർസിക്യൂഷൻ ഈസ് ഗോയിങ് ടു കം. ഇറ്റ് വിൽ ഹാപ്പൻ വെരി സൂൺ. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നതിന് വിരോധമായിട്ട്, വചനത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായിത്തീരും. കാര്യം യു ഹാവ് ടു ബി ടോളറന്റ്, യു ഹാവ് ടു അക്സെപ്റ്റ് എവ്രിബഡി. ഓക്കെ, അവർ പറയും ദിസ് ഈസ് അൺഅമേരിക്കൻ, ദിസ് ഈസ് അൺക്രിസ്ത്യൻ. ചില ക്രിസ്ത്യൻസ് ആയിരിക്കും വേണേൽ പറഞ്ഞു ദിസ് ഈസ് അൺക്രിസ്ത്യൻ, വി ഹാവ് ടു എംബ്രേസ് എവ്രിബഡി, ഇതൊക്കെ ആയിരിക്കും ആളുകൾ പറഞ്ഞു. ബട്ട് യു കനോട്ട് കോംപ്രമൈസ്. നമ്മളോട് പറയുന്നത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർ വേറെ ഒരു നാമവും. ദിസ് ഇസ് നോ അതർ തിങ്. ഞാൻ വിശ്വസിക്കാത്ത ഞാൻ എന്തിനാ, വൈ ഡു ഐ ഹാവ് ടു ജസ്റ്റ് accept these kinds of things? So this is where I'm just saying in the near future persecution is going to come. അപ്പം ഈ എബ്രായ ലേഖനത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേച്ച് മുമ്പോട്ട് പിന്നെ വെറുതെ തട്ടിവിട്ട് പോവുകയല്ല. വി നീഡ് ടു ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ അവർ ഫെയ്ത്ത്. ഇല്ലെങ്കിൽ ഒരു വിഷയം വരുന്ന സമയത്ത് നമുക്കൊന്നും നിലനിൽക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ലെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്ന ശേഷം ഈ 11-ാം അധ്യായത്തിൽ ഇൻ ചാപ്റ്റർ 11 ദി ഓഥർ, ദ പ്രീച്ചർ is actually going towards ഒരു ഫൈനൽ ഡാഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓഫ് എൻകറേജ്മെന്റ്. ഓക്കെ, ഇവരെ ഒന്ന് ഒരു എംപവർ ചെയ്യുവാൻ, ഇവരെ ഒന്ന് ശക്തീകരിക്കാനായിട്ട് അദ്ദേഹം ഇവിടെ നോക്കിയ. ലുക്ക് അറ്റ് വേഴ്സ് 32, അതിന് 32-ാമത്തെ വാക്യങ്ങൾ. ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, സിംഷോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. സോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വന്ന ശേഷം what else to say? ഇനി എന്തോ പറയാനുണ്ട്? So he still has so many people in his heart. Okay, അത് കഴിഞ്ഞ ശേഷം താഴോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിശ്വാസ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി. So many things really talks about. So അതിലേക്ക് നമുക്ക് സ്ലോ ആയിട്ട് വരാം. ഇവിടെ ഈ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, and what more shall I say? ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞ ശേഷം ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പേര്, ഗിദെയോൻ, ബാരാക്ക്, സിംഷോൻ, ജെപ്ത, ദാവീദ്. ഇപ്പൊ ഇത് ശരിക്കും നമ്മൾ നോക്കിയാൽ ജഡ്ജസിന്റെ എൻറ്റയർ പീരീഡും അതുപോലെ മൊണാർക്കി, രാജത്വത്തിന്റെ ആ ട്രാൻസിഷൻ പീരീഡുമാണ്. യു വുഡ് സീ ദോസ് സ്റ്റിൽ ഡേവിഡ്, ഓക്കെ, സോൾ, ഡേവിഡ്, ഏർലി പാർട്ട് ഓഫ് മൊണാർക്കി. അപ്പം ഈ രാജവാഴ്ചയുടെ ആദ്യ ഭാഗം വരെ ന്യായാധിപന്മാർ തൊട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു പീരീഡാണ് ഇവിടെ വാസ്തവത്തിൽ ഈ എഴുത്തുകാരൻ ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ ഈ 6 names പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ആ 6 പേരും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ന്യായാധിപന്മാർ തൊട്ട് ഈ രാജവാഴ്ചയുടെ ആദ്യ ഭാഗം വരെയുള്ള ആളുകളാണ്. നമ്മൾ ഗിദെയോനെ പറ്റി വായിക്കുന്നുണ്ട്, ജഡ്ജസിലാണ്, ചാപ്റ്റർ 6-8. ദെൻ ബാരാക്കിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് 4-ാം അധ്യായത്തില്. സാംസനെ, ശിംഷോനെ 13-ാമത്തെ അധ്യായം തൊട്ട് 16 വരെ വായിക്കുന്നുണ്ട്. ഇഫ്താഹിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പിന്നെ സാമുവേലിനെയും ഡേവിഡിനെയും കൂടെ ചേർത്ത് അവിടെ പറയുന്നുണ്ട്.
ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവരെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. Look at Gideon. So വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഒരു വാക്കിലാണെങ്കിലും അദ്ദേഹത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ വളരെ ഉറപ്പോടുകൂടി boldly destroy the idols that was mightily used, and then തന്നെ എന്ത് ചെയ്തു, and he was mightily used of God to defeat much larger army of Midianites. So തന്നെക്കാട്ടിൽ ശക്തിയേറിയ മിദ്യാന്യ സൈന്യത്തെ ഒരു ചെറിയ ടോക്കൺ ഗ്രൂപ്പ് കൊണ്ട് വിശ്വാസത്താൽ താൻ എന്ത് ചെയ്തു, തോൽപ്പിച്ചു. ഓക്കെ, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആദ്യം അല്പം സംശയമൊക്കെയാണ്. he doubted God's word to him first. Then you see him repeatedly asking for confirmation. തുകല് കൊണ്ടിടുന്നു, അത് നനഞ്ഞിരിക്കണം, ബാക്കിയുള്ളതെല്ലാം ഡ്രൈ ആയിരിക്കണം, ബാക്കിയെല്ലാം നനഞ്ഞിരിക്കണം, ഈ ഫ്ലീസ് മാത്രം എന്ത് ചെയ്യണം, നനഞ്ഞിരിക്കണം. ഇങ്ങനെ there's so many things he was asking God. Lord, I wanted to make sure. So there was some doubt. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഈ പുള്ളി അങ്ങനെ വിശ്വാസവീരന്മാരുടെ പട്ടിക വരുന്നത്. You see that because God gave him direction. At the direction of God, he underwent what we call a remarkable divestment of power, okay, in preparation for the phenomenal victory over the Midianites. So ഈ മിദ്യാന്യർക്ക് നേരെ യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി നമുക്കറിയാം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡൈവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സൈന്യത്തെ ചുരുക്കി ശക്തി കുറച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ ഈ സൈന്യ ശക്തി എന്ത് ചെയ്തു, കുറച്ചു. നമ്മൾ കാണുന്നുണ്ട്, he was very obedient to the voice of God. So 32,000 ആളുകളുമായിട്ട് he started with 32,000, and then God said no, that's too much, and you see he downsized it to 10,000. 10,000 പേരായിട്ട് തമ്മിനെ കുറച്ചു. God said still that is too much. So then you see 300 people, 300 പേരുള്ള ഒരു സൈന്യം. And what are the equipments they have? ഇവരുടെ കയ്യിലുള്ള യുദ്ധോപകരണങ്ങൾ എന്താ ഉള്ളത്? They armed with trumpets. ഇവരുടെ കയ്യിൽ കാഹളമുണ്ട്. And then pitchers, കുടമുണ്ട്. ആ കുടത്തിനകത്ത് ടോർച്ചുണ്ട്, തീപ്പന്തമുണ്ട്. ഓക്കെ, ആ ജസ്റ്റ് കാഹളവും കുടവും തീപ്പന്തവും കൊണ്ട് മാത്രം they were able to go against Midianites. മിദ്യാന്യർക്കെതിരെ പോകാനിടയായി തീർന്നു. മിദ്യാന്മാരെ പറ്റി പറയുന്നത് എന്നറിയോ? In Judges 7:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, their camels were without number as the sand that is the seashore in abundance. അവിടെ പറഞ്ഞു തന്നാൽ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരെയും വെട്ടിക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങൾ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം. So just think about this mighty army, Midianites army with camels. There's so many of them, and you're going against them with 300 people. Okay, and then what happens with a pitcher, oru kodo, and a torch, okay, and then trumpet. ഇത്രയോ വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പായിരുന്നു ഗിദിയോനെടുത്തത്. അതുകൊണ്ട് you would see him finding a place in chapter 11. അടുത്ത ഗതിയ സഭയില്ലാത്ത മുമ്പോട്ട് ഇവരെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത പറഞ്ഞ് ബാരാക്കിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ബാരാക്കിനെ പറ്റി പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് കനാന്യർക്കെതിരെ ജഡ്ജസ് ചാപ്റ്റർ 4 ഒരു ഭയങ്കര വിജയം തനിക്ക് നേടി. എന്നാൽ താനൊരു പിരിവായിരുന്നു. ലൈറ്റ്നിങ് എന്നൊക്കെയാണ് തൻ്റെ പേരിന്റെ അർത്ഥം, ലൈറ്റ്നിങ്. എന്നാൽ ലൈറ്റ്നിങ് എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. ഇടിമിന്നൽ എന്നൊക്കെ പറയുന്നതിൽ വെറും ഒരു പേടിത്തൊണ്ടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അവിടെ ദൈവം ദെബോരയെ ഉപയോഗിച്ച് ദെബോരയുടെ എൻകറേജ്മെന്റിലാണ് ഇദ്ദേഹം വൻ കാര്യങ്ങൾ ചെയ്യുന്നത്. Okay, so he was obeying God's word given to Deborah. Okay, and you see him, he is going forward to meet a great army of Sisera. സിസേരയുടെ വലിയ സൈന്യത്തെ നേരിടുവാൻ വേണ്ടി താൻ മുമ്പോട്ട്. സിസേരയെ പറ്റി പറയുന്നത് he had 900 iron chariots. So ഒരു 900
ഇരുമ്പ് രഥങ്ങൾ സിസേരയ്ക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ myriads of troops എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇഷ്ടം പോലെ എണ്ണി തീർക്കാൻ കഴിയാത്ത സൈന്യങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ തൻ്റെ കൂടെ ആകപ്പാടെ ഉള്ളത് ഇസ്രായേലിലെ 2 ഗോത്രങ്ങളിൽ നിന്നായിട്ട്, നഫ്താലിയിൽ നിന്നും സെബലൂനിൽ നിന്നുമായിട്ട് ഒരു 10,000 പേരെ ഒരുമാതിരി ഡ്രാഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് വന്നു. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് 10,000 പേര് ആയിട്ട് പോവുകയാണ്. 900 രഥവും, ദെൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മില്യൺസ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മേ ബി തൗസൻഡ്സ് ഉള്ള സൈന്യത്തിന് നേരെ പോവുകയാണ്. But you see, God is giving him victory with his token army. Once again, it was faith that carried him that day. ശരിക്കും ബാരാക്കിനെ ആ ദിവസം കൊണ്ടുപോയത് വിശ്വാസമായിരുന്നു. ഗെദയോനെ കൊണ്ടുപോയത് സൈന്യശക്തിയല്ലായിരുന്നു, വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഇനി അടുത്തയാളെ പറ്റി പറയുന്നത് ഷിംഷോൻ ഓർ സാംസൺ. ഓക്കെ, maybe you would not think about Samson finding a place here in the Hall of Faith. വിശ്വാസികന്മാരുടെ പട്ടികയിൽ ഇയാൾ എങ്ങനെ കടന്നുകൂടി എന്ന് നമുക്ക് സംശയം തോന്നും. Okay, he had the potential, but he never lived up to the potential. തനിക്ക് കൊടുത്ത ആ ശക്തിയും കഴിവിനനുസരിച്ചൊന്നും ഈ മനുഷ്യൻ ജീവിച്ചില്ല. Okay, then you see a tragic end to his life. Okay, then he was enticed by Delilah, and then you see him blind, then bound. So ബന്ധനായി അന്ധനായി അവസാനിക്കുന്ന ഒരു ശിംശോനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്നാൽ തന്നെ കുറിച്ചുള്ള ചിത്രം നമുക്ക് ഇച്ചിരി മോശമായിട്ടൊക്കെ നമുക്ക് തോന്നിയാലും ഇതിന്റെയൊക്കെ അടിയിൽ, ഈ ഫോഗിന്റെ അടിയിൽ, ഓക്കെ, നമ്മൾ പറയും സബ്ടെറൈൻ എന്നൊക്കെ പറയും, ഈ ഭൂമിയുടെ അടിവശത്തായിട്ട് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ അടിവശത്തായിട്ട് there was a little substance of faith in Samson. അവനിൽ എന്തോ ഒരു ചെറിയ വിശ്വാസത്തിന്റെ ഒരു ചെറിയ കണിക അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുന്നത്? See, he knew that God had given him the power to destroy Philistines. Okay, എന്നാൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അയാൾ അത് ഉഴപ്പി. He actually misused it, the power that God has really given him. He knew that God had given the power. He knew that God had anointed him. ദൈവം അവനെ വിശേഷമായിട്ട് ഇവരെ നശിപ്പിക്കാൻ, ഫെലിസ്തരെ നശിപ്പിച്ച് ഇല്ലാതാക്കി തീർക്കുവാൻ വിശേഷമായ അനോയിന്റിങ്ങോടുകൂടിയാണ് തമ്പുരാൻ തന്നെ അയച്ചത് എന്ന് തനിക്ക് വാസ്തവത്തിൽ അറിയാമായിരുന്നു. താൻ ഉഴപ്പിക്കളഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ സത്യമാണ്. എന്നാൽ ഒരിക്കൽ തന്റെ കണ്ണിന്റെ കാഴ്ച പോയി കഴിഞ്ഞു. after he lost his sight, something good happened. He regained his spiritual perspective. നമുക്ക് ചില സമയത്ത് നമുക്ക് ഈ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളിൽ കൂടി ആയിരിക്കാം. Maybe sometime we trust in so many things. അവിടെ നമ്മുടെ ആ ഫിസിക്കൽ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്, നമ്മുടെ അകത്തെ കണ്ണുകൾ തുറക്കുന്നത്. ഈ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവേ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. sometime it takes some loss. ജീവിതത്തിലെ ചില നഷ്ടങ്ങളായിരിക്കാം നമ്മുടെ ഈ കണ്ണുകൾ തുറക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. But you would see at the end, okay, in a great act of faith, ഒരു ഭയങ്കര വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഏതെച്ചാണ് താൻ മരിക്കുന്നത്. അതായത് ബൈബിൾ പറയുന്നു, താൻ ജീവിച്ചിരുന്ന സമയത്ത് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഇല്ലാതാക്കി തീർത്തിയ ആളുകളെക്കാൾ കൂടുതൽ അവർ ഒറ്റ ദിവസം, that one single day he slain more people than he did during his entire career. തന്റെ ജീവിതം മുഴുവൻ, ആയുസ് മുഴുവൻ ചെയ്ത് ദൈവത്തിന് വേണ്ടി ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒറ്റ ദിവസം ചെയ്തേച്ചാണ് പോയത്. See, he finds a place in the hall of faith. ഒരുപക്ഷെ ആ സംഭവം കൊണ്ടായിരിക്കാം, ആ ഒരൊറ്റ സംഭവം കൊണ്ടായിരിക്കാം he finds a place. വിശ്വാസത്തിന്റെ ഒരു ഭയങ്കര കാഴ്ചപ്പാടായിരുന്നത്. That is a great move of faith. So that is about Samson. മറ്റൊരു മനുഷ്യനെ പറ്റി നമ്മൾ വായിക്കുന്നത്, ഇത് അമോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ
ഒരു ജയത്തിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജെഫ്ത അല്ലെങ്കിൽ ഇഫ്താഹ് എന്ന് നമ്മൾ പറയും. ഇഫ്താഹിനെ പറ്റി നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ മനുഷ്യൻ എടുത്ത ഒരു മണ്ടത്തര ശപഥമാണ്. ഫൂളിഷ് വാവ് ദിസ് ഗൈ, an oath he has taken. ഒരു ശപഥം ചെയ്യുകയാണ്. when I come back, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ആരാധ്യനെ എതിരേക്കുന്നു അതിനെ നിനക്ക് യാഗം കഴിക്കാൻ. Then you understand his only daughter receives him. That നമുക്ക് വായനക്കാർക്ക് എന്താ സങ്കടമുള്ള ഒരു കാര്യം. And then Bible, actually when you read the Bible, you do understand the fact that she actually gets sacrificed. 2 മാസത്തെ സമയം ചോദിക്കുന്നുണ്ട് കൂട്ടുകാരികളുടെ കൂടെ പോയി അവൾക്ക് വേദനയൊക്കെ പങ്കിടുവാൻ വേണ്ടി. അതിനുശേഷം he fulfilled his vows. ദൈവത്തോട് ചെയ്ത ശപഥം, ദൈവത്തോട് ചെയ്ത ഉടമ്പടി നിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. and he sacrificed her, and therefore അതിനുശേഷം അവിടെ വായിക്കുന്നുണ്ട് അവിടുത്തെയുള്ള കന്യകമാര് that particular season they also go out. അത് ഓർക്കാൻ വേണ്ടി അവർ പോകും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഇഫ്താഹിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കണം. he was an infamous person for a lot of reasons. Okay, തന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് ചൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, this guy was he had an illegitimate son. ശ്രദ്ധിച്ചോണം, ഒരു വേശ്യാപുത്രനായിരുന്ന യുദ്ധവീരനായിരുന്നെങ്കിലും വേശ്യാപുത്രനായിരുന്നു. he was an illegitimate son of Gilead. ഗിലെയാദിന്റെ വേശ്യയിലുണ്ടായ ഒരു മകനാണിത്. therefore he was an outcast. അവന്റെ ബ്രദേഴ്സിന് അവനെ വേണ്ടായിരുന്നു. so he was sent out. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് then he was called back to save the people. Okay, ഇവർക്കെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് ഇവർ വന്നപ്പോൾ അമോന്യർ അണിനിരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിലെ മൂപ്പന്മാര് പോയിച്ച് തന്നെ വിളിക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യു റീഡ് ദിസ് in Judges. Okay, അപ്പം തന്നെ പറ്റി പറയുന്ന ഒരു ദൈവത്തോട് ആ ശബദമൊക്കെ ചെയ്ത ഒരു ഭയങ്കര വിക്ടറി തനിക്ക് ഉണ്ടാകുന്നുണ്ട്. he conquered because of his faith, notwithstanding that his raw uninformed faith tragically was perverted so that it became a source of rash wrongful vow. ഇതൊക്കെ കൊണ്ട് തനിക്കുണ്ടായ ആ ചിന്ത കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ചെയ്ത അനാവശ്യമായിട്ടുള്ള ആ ദൈവത്തോട് ചെയ്ത ശപഥം കൊണ്ട് ഒരു വലിയ ദുരന്തം തന്റെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ പോലും ആ യുദ്ധത്തിൽ തനിക്ക് ആ വിശ്വാസം മൂലം ഒരു വലിയ വിജയം തനിക്കുണ്ടായി. So his faith actually brought victory, though he made a mistake of making a wrong vow to the Lord. Okay, now that's not a focus here. That's not the reason why he is here in the book of the Hall of Faith. So വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ തനിക്ക് സ്ഥാനം കിട്ടാൻ കാരണം താൻ എടുത്ത ശപഥം കൊണ്ടല്ല, തീരുമാനം കൊണ്ടല്ല, but it is because of the faith that he had exercised in going up against the Ammonites. ഇവർക്കെതിരെ, അമോന്യർക്കെതിരെ ശക്തമായി പടനീക്കം ചെയ്യുവാനായിട്ട് ദൈവം അവനെ ഉപയോഗിച്ചു. Therefore he finds a place in the Hall of Faith. ഈ കൂട്ടത്തിൽ നമ്മൾ ദാവീദിനെ കാണുന്നുണ്ട്. We will also see David here. അതായത് പറയുകയാണെങ്കിൽ remarkable man of faith. വളരെ വിശ്വാസത്തിൽ നിന്നാണ്. തന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങളൊക്കെ ഉണ്ടായി. with Bathsheba and with his own children. തന്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള സത്യമാണ്. But we all know the acts of faith. Okay, just think about it. Is going up, ഒരെണ്ണം ചിന്തിച്ചാൽ മതി, ഒത്തിരി ഉണ്ടെങ്കിൽ ഒരെണ്ണം ചിന്തിച്ചാൽ മതി. ഈ മല്ലനായ ഗോലിയാത്തിനെതിരെ താൻ പോകുന്ന ആ ഒരൊറ്റ സംഗതി മാത്രം വായിച്ചാൽ മതി. In 1 Samuel 17 verse 47, so 1 ശമൂവേൽ 17:47 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചു തരും. Now listen, that very powerful word. All those gathered here will know that it is not by sword or spear that the Lord saves, for the battle is the Lord's and he will give all of you into our hand.
എത്ര ഭയങ്കര വിശ്വാസത്തിന്റെ വാക്കവിടെ പറഞ്ഞിരിക്കുന്നത്. He finds a place in the Hall of Faith. ശമൂവേലിനെ പറ്റി അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം, ഈ ലിനൻ ഏഫോദും ധരിച്ചോണ്ട് ചെറുപ്പത്തിൽ പോയി കിടക്കുന്ന സമയത്ത്, ഏലിപുരോഹിതന്റെ അരികെ കിടക്കുന്ന സമയത്ത് തന്നെ ഒരു വിശ്വാസത്തിന്റെ മനുഷ്യനായിരുന്നു ശമൂവേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് നമ്മൾ യു റീഡ് ഇൻ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 2 ശ്രദ്ധിക്കുന്നുണ്ട്. ഏലിയോടുകൂടി ആലയത്തിൽ താൻ കിടക്കുന്ന സമയത്ത് തന്നെ ആ വിശ്വാസത്തിന്റെ ഒരു എക്സസൈസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, തന്നെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഭയവുമില്ലാതെ താൻ സംസാരിക്കണം. It doesn't matter whether he is a king or whatever it may be, fearlessly he will speak God's word. That is something you later see common with the prophets. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകന്മാരിൽ പിന്നീട് നമ്മൾ കാണുന്ന ഒരു സവിശേഷതയാണ് എന്തുവാ? This speaking with power. ശ്രദ്ധിച്ചു നോക്കണം, speaking with power. ദൈവത്തിന്റെ ശരിയായ പ്രവാചകന്മാർ, this is a hallmark of true prophets of God, and you would see this in Samuel. ഇവരെയെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ ഇബ്താഹിനെയും ഗിദെയോനെയും സിംശോനെയും ദാവീദിനെയും ശമൂവേലിനെയും എല്ലാം നമ്മൾ എടുത്തു നോക്കാമെങ്കിൽ, this half a dozen people, okay, you would see there are some similarities in all of them. Okay, each lived in it when faith was scarce. ഇവരെല്ലാം ജീവിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് വിശ്വാസം ഒരു ബുദ്ധിമുട്ടുള്ള സമയവും ഒരു മൈനോറിറ്റി പൊസിഷനുമായിരുന്ന സമയത്താണ് ഇവരെല്ലാം ജീവിച്ചിരുന്നത്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ ചാപ്റ്റർ 21 വേഴ്സ് 25 അവിടെ വായിക്കുന്ന, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. Okay, everyone did what was right in his own eyes, and so this is exactly the way they lived. So the ethic was very much alive during the transfer. അപ്പം ശ്രദ്ധിച്ചോണം, ഈ ഒരു എത്തിക്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ന്യായാധിപന്മാരിൽ നിന്ന് രാജവാഴ്ചയിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിന്റെ സ്ഥിതി. Everybody was doing whatever they feel like doing. It's all feeling driven. Okay, മനുഷ്യൻ എന്ത് തോന്നുന്നോ, just do it. നമുക്കറിയാം, ഇന്നും നമ്മൾ കാണുന്ന ഒരു വലിയ ചിന്തയാണ്, whatever you feel like you doing it, you do it. That's what I feel like doing. Okay, it's called relativism. നമ്മൾ പറയും, there is nothing that should guide me. ഞങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ, ലോകത്തിലെ എല്ലാവരെയും ഗൈഡ് ചെയ്യാൻ ഈ പുസ്തകത്തിന് കഴിയത്തില്ല. You cannot have this one, because this is, we are doing things here, that's doing here, so who is that? So ഇങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവര് ഈ നല്ല ആളുകൾ ആയിരുന്നെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫെയിലിയേഴ്സും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വേദവസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ഓക്കെ, അവർക്ക് ഈ അല്പമായിട്ടുള്ള കുറയങ്ങളും പെർഫെക്ഷൻസ് നമുക്കൊന്നും പറയാൻ ഇവരെ പറ്റിയൊന്നുമില്ല. അവർക്ക് എല്ലാവർക്കും എവ്രിബഡി ഹാഡ് ദെയർ ഓൺ ഇഷ്യൂസ് ടു ടേക്ക് കെയർ. ബട്ട് ഇവരിലെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം, ഇവർക്കെല്ലാം എതിരെ ശക്തമായിട്ടുള്ള എതിരുണ്ടായിരുന്നെങ്കിലും they were able to exercise faith at times. അതാണ് ഗിദെയോൻ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഗിദെയോൻ ടു ഡേവിഡ്, അവരെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ കണ്ടം, they had to go against overwhelming odds. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്കെതിരെ വന്നത്, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശത്രുക്കൾക്കെതിരെയാണ് ഈ ആളുകളെല്ലാം പോയത്. ഗിദെയോൻ യു സി 300 ആളുകളുമായിട്ടാണ് ഹ്യൂജ് വലിയൊരു സൈന്യത്തിനെതിരെ ഗിദെയോൻ പോയത്. Young David is going against a giant with what? A slingshot and 5 polished stones. ഇല്ലയോ? ജസ്റ്റ് ഒരു സ്ലിങ്ങും എന്ത് ചെയ്യാ, ഒരു 5 കല്ലും കവണയുമായിട്ടാണ് ജയന്റിന്റെ നേരെ പോകുന്നത്. അവരെ കൊണ്ടുപോയ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഫെയ്ത്ത്.
Okay, and each of them stood alone. ശ്രദ്ധിച്ചോണം, ഇവരെല്ലാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. Okay, defying, opposing everyone. ശ്രദ്ധിച്ചോണം, എല്ലാവർക്കെതിരെ നിൽക്കുന്ന സകലത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇവരെല്ലാം മിക്ക സാഹചര്യങ്ങളിലും അവർ നിൽക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവർക്കെല്ലാം ചില സമയങ്ങളിൽ അവരുടെ വിശ്വാസത്തിൽ they had what they call flawed faith. വിശ്വാസത്തിൽ ചില പ്രയാസങ്ങളും തെറ്റും ഒക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഡേവിഡിനെ പറ്റി പറഞ്ഞു, he was a sensuous man എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ he had a weakness, women weakness തനിക്ക് ഉണ്ടായിരുന്നു. That was you see in so many places, especially in the case of Bathsheba. So there was a problem with him. ശമൂവേലിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു മോറൽ വിഷയങ്ങൾ തനിക്കില്ലായിരുന്നെങ്കിൽ പോലും സാമുവേൽ lapsed into carelessness in domestic matters. അപ്പം നമ്മൾ ഈ 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ തൊട്ട് വായിക്കുമ്പോൾ തന്റെ മക്കളെ താൻ മര്യാദയ്ക്ക് നടത്തിയില്ല, വീട്ടിൽ തനിക്കൊരു കൺട്രോൾ ഇല്ലാതെ പോയി. I mean, he's a great prophet, great person, but Samuel did not have authority over his children. He was not able to discipline his children. So ആ കാര്യത്തിൽ താനൊരു പരാജയം ആയിത്തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We hear about discouraging things about his children later. Okay, എന്നാൽ അവരുടെ ഫെയിലിയേഴ്സ് കൂടെ നമ്മൾ ടോട്ടലായിട്ട് കൂടുതൽ വായിക്കുന്ന സമയത്ത് നമുക്കത് എൻകറേജ്മെന്റ്. എൻകറേജ്മെന്റ് എന്ന് പറയാൻ കാര്യം, ഈ ഫെയ്ത്തിന്റെ എംപവർമെന്റ് ഈസ് നോട്ട് ബിയോണ്ട് എനി ഓഫ് us എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെ വേണമെങ്കിലും വിശ്വാസത്തിന് ശക്തിപ്പെടുത്താൻ കഴിയും. You can be a very simple person. You can be a person who made mistakes in life like any of these people. You can probably come like Jephthah, coming from not so great background. Okay, all of these people you see, Samson made big mistake in life. അപ്പൊ ഇവരെല്ലാം നോക്കിയാൽ they all had their own failures, but you see faith was able to empower them if we can yield to God at proper time. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ നമ്മളെ വിശ്വാസത്തിന് ഇന്നും ശക്തിപ്പെടുത്താൻ കഴിയും. അത് വാസ്തവത്തിൽ നമുക്ക് ഒരു എൻകറേജ്മെന്റ്. പിന്നെ ഇത് വിളിച്ചു പറഞ്ഞൊരു കാര്യം, we all have untapped capabilities. Okay, ഇതുവരെ ആയിട്ടും ആളുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത, നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്ത എവിടെയൊക്കെയോ നമ്മുടെ അകത്ത് കഴിവുകൾ കിടപ്പുണ്ട്. Okay, just think about that, and then faith can ignite that hidden potential. ആ ഒളിഞ്ഞു കിടക്കുന്ന ആ കഴിവിനെ വിശ്വാസത്തിന് കത്തിക്കാനായിട്ട് കഴിയും. Faith can ignite it. You can ablaze for God. ദൈവത്തിന് വേണ്ടി നമുക്ക് കത്തി ജ്വലിക്കുവാനായിട്ട് വാസ്തവത്തിൽ കഴിയും, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ. സോ ഈ വിശ്വാസവീരന്മാരുടെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മളാരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവേ, എനിക്ക് ഇവിടെ നിന്നും വരാനൊക്കത്തില്ലല്ലോ, ഐ എം നോവെയർ ക്ലോസർ ടു ദീസ് തിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. We just have to believe. റീഡിങ് ദീസ്. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഈ പ്രീച്ചർ, ഈ ഓഥർ, his intention is to encourage these people. തിരിച്ചു പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഈ ആളുകളോട് പറയാം, don't go back, do not return. നിങ്ങൾ മടങ്ങി പോകരുത് കേട്ടോ. Look at, these are all simple people, but they did great things. They persevered. They did. God used them for his glory. ഇവരെ ഒന്ന് എൻകറേജ് ചെയ്യാം. ഓക്കെ, ഗിദിയോൻ, ബാരാക്ക്, സിംസോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെ ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ. he said, I don't have the time nor the space to really speak about these people. There's so much to write about them, but my intention is not to give a detailed description about what they did. ഇവർ ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര വിശാലമായ ഒരു ചിന്തയല്ല തരാനായിട്ട് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നെന്നാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്. ഓക്കെ, ഇനിയും തൻ്റെ ഈ ആർഗ്യുമെന്റ് ഈ വിശ്വാസവീരൻ
നമുക്കറിയാം ഇത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയം. ഇതാണ് തന്റെ തീം. അതിനിങ്ങനെ ആളുകളെ കൊണ്ടുവരിക. ഹീസ് ബ്രിങ്ങിങ് പീപ്പിൾ. 16 ആളുകളെ കൊണ്ടുവന്നു. നൗ ഹീസ് ബ്രിങ്ങിങ് അനദർ ഹാഫ് എ ഡസൻ പീപ്പിൾ അഗെയിൻ. അപ്പൊ ഇതൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി, ഓക്കെ, the preacher lifts his focus from empowerments that they and others experience. Okay, he lists empowerment grouped in 3 successive groups of 3. അപ്പൊ ഇനി താൻ പറയുന്നു, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇനി അടുത്ത തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് ഉള്ള ഒരു 3 പേരടങ്ങുന്ന 3 ഗ്രൂപ്പിനെ കുറിച്ച് താൻ ഇനി സംസാരിക്കുക. അതെല്ലാം ഓരോ ഇതിന്റെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ എംപവർമെന്റ്, വിശ്വാസം നമ്മളെ ശക്തീകരിക്കുന്നതിന്റെ പല മേഖലകളെ കുറിച്ചാണ് താൻ ഇവിടെ പറയുന്നത്. ഓക്കെ, 33-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. So this is just the first part of verse 33. Okay, അവിടെ ശ്രദ്ധിക്കാൻ ഇങ്ങനെയാണ്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു. Who through faith conquered kingdoms, administered justice and gained what was promised. വാക്തത്വം പ്രാപിച്ചു. Okay, so this was not the corporate experience of half a dozen. So മുമ്പ് പറഞ്ഞ ആളുകളുടെ അവർക്ക് നടന്ന വിഷയങ്ങളല്ല ഈ പറയുന്ന ഗ്രൂപ്പ് ആളുകൾക്ക് നമ്മൾ കാണുന്നു. Okay, but the general experience of the preceding 16 members of the Hall of Faith. എന്നാൽ ഇവർക്കെല്ലാം പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിനകത്ത് ഇവരുടെ എല്ലാം പർട്ടിക്കുലർ എക്സ്പീരിയൻസസ് വ്യത്യാസമായിരിക്കും, പക്ഷെ ഇവരെല്ലാം പൊതുവായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ഒരുപോലെ. So the first 3 give a broad empowerment of authentic faith. So ശരിയായ ആ വിശ്വാസം, ഓക്കെ, നമുക്ക് നൽകുന്ന ആ ശക്തിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഈ രണ്ടാമത്തെ ട്രിയോ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് 3 list some of the forms of personal deliverances they experience. ഇവര് അനുഭവിച്ച വ്യക്തിപരമായിട്ടുള്ള ഈ ഗ്രൂപ്പ് അനുഭവിച്ച ചില വിടുതലുകളാണ്. ഏതെല്ലാം തരത്തിലുള്ള വിടുതലുകൾ, മറ്റേത് ഏതെല്ലാം തരത്തിലുള്ള എംപവർമെന്റ് ഇവർ അനുഭവിച്ചു, അവര് ശക്തീകരിക്കപ്പെട്ടു, എന്തെല്ലാം ചെയ്യുവാനുള്ള കാര്യങ്ങൾക്ക് ശക്തി, രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു. ഇവിടെ പറയുന്നു ചില സ്പെസിഫിക് ആയിട്ട് അടുത്ത ഗ്രൂപ്പ് പറയാണ്, ഹു ഷട്ട് ദ മൗത്ത്. 33-ന്റെ 2-ാം ഭാഗവും 34-ന്റെ ആദ്യ ഭാഗവും ഇത്. ഹു ഷട്ട് ദ മൗത്ത് ഓഫ് ലയൺസ്, ഹു ക്വെൻച്ച് ദ ഫ്യൂറി ഓഫ് ദ ഫ്ലെയിംസ് ആൻഡ് എസ്കേപ്പ് ദി എഡ്ജ് ഓഫ് ദ സോർഡ്. 3 ഗ്രൂപ്പ് ആളുകൾ. ഒന്ന്, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് 3 പേര്, ശിംശോൻ, സാംസൺ, ഡേവിഡ് and Benaiah, they all shut the mouth of lions through physical force. ശരിക്കും നമ്മൾ നോക്കാറുണ്ട് സിംഹവുമായിട്ടുള്ള ബന്ധത്തില് ഈ 3 ആളുകൾക്കും ഒരു വലിയ ഒരു ബന്ധമുണ്ട്. സാംസനെ പറ്റി നമ്മൾ കണ്ട, ശിംശോൻ വെറും കൈയോടെ എന്ത് ചെയ്തു, he took a charging lion, തനിക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് ചാടി വന്ന ഒരു സിംഹത്തെ അതിന്റെ താടിക്ക് പിടിച്ച് എന്ത് ചെയ്തു, ripped apart, അതിനെ വലിച്ചു കീറി നമ്മൾ വായിക്കുന്നത്. That's what Samson did. David grabbed a sheep stealing lion എന്ന് പറഞ്ഞ തന്റെ ആടിനെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു സിംഹത്തെ എന്ത് ചെയ്യാന്ന്, ബൈ ദ ബിയർഡ്, അതിന്റെ ആ താടി കൂട്ടിപ്പിടിച്ചു, ഇതിന്റെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന താടി ഉണ്ടല്ലോ. സോ ഈ ഹെൽഡ് ഇറ്റ് ബൈ ദ ബിയർഡ്, അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു വന്നെന്നാ പറയുന്നത്. What a power it is. Just think about it. Okay. Then Benaiah പറ്റി പറഞ്ഞു. Benaiah, this is of course someone who is close friends with David. അദ്ദേഹത്തെ പറയുന്നു, this is again 2 Samuel 23:10.
അതായത് പറഞ്ഞു, he descended into a pit on a snowy day and dispatched another king of the beast. ശ്രദ്ധിച്ചു നോക്കണം. കസ്ബേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനയാവും വീതി പ്രവർത്തിച്ചത്. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചല്ലാതെ ഹിമകാലത്ത്, ശ്രദ്ധിച്ചാണ്, ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞു. So think about it. In a snowy day, he goes into a pit and then kills a lion. But ഈ ഉദാഹരണങ്ങളിൽ ഏറ്റവും പ്രിയമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതിപ്രധാനമായിട്ട് നമുക്ക് എടുക്കാൻ ഒക്കുന്നത് ഇറ്റ്സ് എ പ്രേയർ ഓഫ് ഡാനിയൽ. സിംഹത്തിന്റെ വായ അടച്ച് എന്ന് നമ്മൾ ഒരു പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ഡാനിയൽ ആൻഡ് യു റീഡ് ഇൻ ഡാനിയൽ ചാപ്റ്റർ 6. ഓക്കെ, ഇത് തീയുടെ ബലം കിടത്തുന്ന കാര്യം വായിച്ചപ്പോൾ യു സീ ദോസ് ഹീബ്രു ബോയ്സ്, 3 ശദ്രക്, മേശക്, അബേദ്നെഗോ. ഓക്കെ, തീയുടെ നടുവിൽ കൂടെ they walking cool. Just think about it, walking cool, having conversation in a blazing furnace. അത് ഭയങ്കരമായിട്ട് എരിയുന്ന തീച്ചൂളക്കകത്ത് അവർ നല്ല കൂളായിട്ട് നടക്കുകയും വർത്താനം പറയുകയും. And who is watching this? The awestruck king. ഇതാ സ്തംഭിച്ച് നിൽക്കുന്ന രാജാവ് നോക്കിയപ്പോൾ 3 പേര് നടക്കുകയാണ്. 4ാമതൊരുത്തരുണ്ട്, അവന്റെ മുഖം കണ്ടാൽ ദൈവദൂതന്റെ മുഖം പോലെ ഇരിക്കുന്നു. That's a faith. ഒരു വിശ്വാസത്തിന്റെ ഒരു സംഭവമാണ്, പെർട്ടിക്കുലർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. Then King David as well as the prophet Elijah, നമ്മൾ കാണുന്നുണ്ട് രാജാവും ദാവീദും അതുപോലെ ഏലിയാവും ഏലീശായും ഒക്കെ they escaped the sword. അവരെ പറ്റി പറഞ്ഞ് വാളിന്റെ വായ്ത്തലക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് വായിക്കുന്നത്. വാളിന്റെ വായ്ക്ക് തെറ്റി. So they all escaped the sword. ഒത്തിരി പേർക്ക് വാസ്തവത്തിൽ പറയാൻ കഴിയും. But I'm just talking about the biblical examples of some of these people. Okay, that's a second group of people. ആദ്യത്തെ ആളുകൾ വിശ്വാസം അവരെ എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചു. That group of 3. Second group of 3, we are talking about particular incidents faith empowered them to do. The third triad, actually, they tell us about the astounding power that came by faith. So ഇവരുടെ മേൽ വിശ്വാസം മൂലം ഇവരുടെ മേൽ വന്ന ആ അമാനുഷികമായ ശക്തി. ഓക്കെ, ശക്തിയെ കുറിച്ചാണ് ഈ അടുത്ത ഒരു ഗ്രൂപ്പിൽ പറയുന്നത്. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. Just think about that. Verse 34 and 35. അതിന്റെ ആ ഭാഗം വായിക്കുന്നുണ്ട്. യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഓക്കെ, from weakness were made strong, became mighty in war, put foreign armies to flight. Women received back their dead by resurrection and others were tortured. അപ്പം അവിടെ പറഞ്ഞ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരികെ കിട്ടി. അത് ഒരു ഗ്രൂപ്പാണ്. ഇറ്റ്സ് എ തേർഡ് ഗ്രൂപ്പ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ഏലിയാവും ഏലീശയും, ബോത്ത് എലൈജ and also prophet Elisha, his disciple or follower or successor എന്ന് പറയാം. ഏലിയാവ് നമുക്കറിയാം, he stretched 3 times on a dead body, of the son of the widow of Zarephath. സരഫാത്തിലെ വിധവയുടെ മരിച്ച മകന്റെ മേല് താൻ വീഴുന്നുണ്ട്. And then you would see him carrying the child and presenting it to the mother. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജീവനോടെ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഏലീശായുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട്. ശൂനേംകാരത്തി, Shunamites, woman's son also made alive. അവനും മരിച്ചവർക്ക് അവരെ തിരികെ കിട്ടി. So all because of faith. You would see that all because of ഉയർത്തെഴുന്നേൽപ്പിൽ. So സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചോട് ഉയർത്തെഴുന്നേൽ തിരികെ കിട്ടി. Just think about that. ഇനിയും then from there you would actually continue to read. As you continue to read, മറ്റു ചിലർ
ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയിലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാൾ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാളികളുടെയും കോലാളികളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിറപ്പിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്തിൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല മുൻകരുതൽ. So that is until verse 40 is another segment. മറ്റൊരു ഭാഗമാണ് where we will have to really look at some other things. അതിന് ചെറിയ ഒരു ഒരു സ്പിരിച്വൽ സ്റ്റാമിന ആൻഡ് എൻഡുറൻസ് ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവരനുഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നിടയായി തീർന്നു. Then how some of them were victorious under circumstances. അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ മുമ്പിൽ ജയത്തോടെ അവർ നിന്നു. അവരുടെ ഒരു വലിയ ഒരു ലിസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. So there may be little more things I have to speak about it. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ടച്ച് ചെയ്താൽ I will not be able to finish it. പക്ഷെങ്കിൽ as we close here ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് something that really touched my heart tonight, ഇന്ന് രാത്രിയിലെ ഒരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ ആളുകൾ ആരും they were not super human beings. ഇവരാരും അമാനുഷ്യരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. They were ordinary people like this. They had their own failures like ours. പക്ഷെ നമ്മളിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ untapped potential ബാക്കിയുണ്ട്. In all of us, we all have that untapped potential somewhere below നമ്മുടെ എവിടെയോ കിടപ്പുണ്ട്. And we are not allowing faith to connect with it. അതുമായിട്ട് വിശ്വാസം കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, ആ വിശ്വാസം ഞങ്ങളിൽ ആ ശക്തി ഒന്ന് വരട്ടെ കർത്താവേ. അടയാളങ്ങൾ നടക്കും. These signs will accompany them that believeth. എന്താ പറയുന്നില്ലേ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. God is still the same God. Faith is still available. But we just need to exercise that faith. I'm saddened about my own personal story. എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിലെ കാര്യത്തിൽ, എൻ്റെ ജീവിതത്തിലെ വിശ്വാസക്കുറവിൻ്റെ പരാജയങ്ങളിൽ ഞാൻ വളരെ ഭാരപ്പെടുന്നവരാണ്. I might be teaching you, നിങ്ങളെ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വിശ്വാസത്തിന്റെ ഒരു എക്സസൈസിൽ വേണ്ടതുപോലെ മുന്നേറേണ്ട I believe there is so much of untapped energy within me, within all of us. നമ്മളെല്ലാം ഉണ്ട്. അവിടെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Lord, help our unbelief. ഞങ്ങളുടെ അവിശ്വാസത്തെ കർത്താവേ ഒന്ന് ശാസിക്കണമേ. ഞങ്ങളിൽ ഒരു വിശ്വാസം ഒന്ന് വളർത്തണമേ. ഞങ്ങളൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ആയിട്ടൊന്ന് മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. We'll come back. ഈ 12ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് നെക്സ്റ്റ് വെൻസ്ഡേ I will share with you few things. ഇതിന്റെ ഈ 11ന്റെ ലാസ്റ്റ് കാര്യം അത് വളരെ അത്യാവശ്യ കാര്യം. 12ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമയവും ഇവരെ പറ്റി പറഞ്ഞൊരു ശക്തമായിട്ടൊരു ഫിനിഷിംഗ് പോയി. You have to come to a glorious finish as we step into chapter 12. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേട്ട വചനത്തെ ഏൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്താട്ടെ. One of you please pray.